232 ദിവസം എന്ന് പറയുമ്പോൾ ഇനി 132 ദിവസം കഴിഞ്ഞാലും ഒരു വർഷമാകും. സത്യത്തിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ മുഖത്ത് സന്തോഷമാണോ സങ്കടമാണോ എന്ന് ചോദിച്ചാൽ ഒരു നിർനിമിഷ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക എന്ന് അറിഞ്ഞുകൂടാ. ഇത്രയും നാളായിട്ടും നമുക്ക് നമ്മുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്ന വലിയൊരു സങ്കടം ഉള്ളിലുണ്ട്. മാറി നിന്ന മഴയും ചിലപ്പോൾ കൊതിപ്പിച്ചുകൊണ്ടുവന്നിരിക്കുന്ന സൂര്യനും ചിലപ്പോൾ വഴിമാറി നിന്ന് ഏകദേശം 5 മണിയോടുകൂടി ശക്തമായിട്ട് പെയ്യാനും സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിലെ കോളും ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുക എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് ഇന്ന് 610 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ഏകദേശം 2500ഓളം മക്കൾ ഇത്രയും നാളായിട്ട് ഇവർ ഈ സങ്കടവുമായിട്ട് ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ സങ്കടം മാറ്റാനായിട്ട് ആരുമില്ലേ എന്ന വലിയ ഒരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ നമ്മുടെ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് കടപ്പുറം ഇടവകയുടെ വികാരി അച്ഛനായിട്ടുള്ള അച്ഛനും അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും പ്രത്യേകമായിട്ട് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ വിജയം നേടുന്നത് വരെ മുന്നോട്ട് പോകണം, മുന്നോട്ട് തന്നെ ആയിരിക്കും. അതിനുവേണ്ടി കൂടെ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ സംഘടനകളെയും എല്ലാ നേതൃത്വ നിരകളെയും അതോടൊപ്പം തന്നെ ചെറുതും വലുതുമായ എല്ലാ വ്യക്തികളെയും നന്ദിയോടെ ആദരവോടെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. നിയമ നിർമ്മാണം ലെജിസ്ലേറ്റീവ് നമുക്ക് ഉണ്ട്. എന്നാൽ ഇത്രയും നാളായിട്ട് ഈ നിയമനിർമ്മാണ ഉന്നത സമിതിക്കോ എക്സിക്യൂട്ടീവ് നിയമ നിർവഹണ സമിതിക്കോ അതുപോലെ തന്നെ നിയമ സംരക്ഷണ സമിതി ജുഡീഷ്യറിക്കോ ഈ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് എന്നും ഒരു സങ്കടകരമായ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ണീര് നിറഞ്ഞ ഒരു സമയമായിട്ട് അല്ലെങ്കിൽ സംഭവമായിട്ട് ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ്റോ പാർട്ടികളോ ആരും ശരിയായ ദിശയിൽ കടന്നു വന്ന് ഇവിടെയുള്ളവരെ സഹായിക്കുവാനായിട്ട് ദ്രുതഗതിയിൽ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ച് അത് ഭൂഷണമല്ല എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡ്, അതിൻ്റെ മന്ത്രി, അതോട് ചേർന്നുള്ള ഗവൺമെൻറ്, അഡ്വക്കേറ്റ് ജനറൽ എന്നിവർ ഇടപെട്ട് എത്രയും വേഗം നമ്മുടെ ഈ വഖഫ് ആസ്തി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ 610 കുടുംബങ്ങളുടെ പേര് എത്രയും വേഗം അത് അവിടെ നിന്ന് മാറ്റണം എന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സമയം. അതുപോലെ തന്നെ കോടതി അടിയന്തിരമായിട്ട് ഇടപെട്ട് വഖഫ് ട്രൈബ്യൂണലും കോടതിയും ഇടപെട്ട് ഈ മക്കളുടെ കണ്ണുനീരിന് ശാശ്വതമായി പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം പാവപ്പെട്ടവർ മാത്രമല്ല, നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി വ്യക്തമായിട്ടുള്ള അറിവുണ്ടാകണമെന്നില്ല. അറിവില്ലായ്മ അത് നമ്മുടെ ഒരു പോരായ്മയായി കാണാതെ ഈ മക്കളെ സഹായിക്കുവാനായിട്ട് എല്ലാ ബോഡികളും എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യറി, ഒപ്പം മാധ്യമപ്രവർത്തകരായ നിങ്ങളും ചിലപ്പോൾ മറ്റു രീതിയിലുള്ള വാർത്തകൾ കെട്ടിച്ചമക്കാതെ യഥാർത്ഥത്തിലുള്ള സത്യം കണ്ടെത്തുവാനായിട്ട് കൂടെ നിൽക്കണമെന്നും നിങ്ങൾ ഇത്രയും നാളിൽ കാണിച്ച എല്ലാ സ്നേഹത്തിനും സേവനത്തിനും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് സത്യം മുന്നോട്ട് കൊണ്ടുവരുവാനും സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കുവാനും നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മുൻപത്തെ ചേർത്ത് പിടിച്ച് വഖഫ് അമെൻഡ്മെൻ്റ് ആക്ട് സാധൂകരിച്ച കേന്ദ്ര ഗവൺമെൻറ് 3 ആഴ്ചകൾക്കുള്ളിൽ പരിഹരിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം പാലിക്കുവാൻ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങൾ തയ്യാറാക്കി പാർലമെൻറ്റ് വിളിച്ചുകൂട്ടി ഇരു സഭകളിലും പാസ്സാക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയുവാനായിട്ട് ഞാൻ ഈ സമയം ചെലവഴിക്കുന്നു. പ്രത്യേകിച്ച് ജുഡീഷ്യൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വന്നിട്ടുള്ള ഔദ്യോഗിക രേഖകൾ അത് വെളിപ്പെടുത്തുന്ന സത്യം അത്
സർക്കാർ അംഗീകരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ കമ്മീഷൻ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അത് ടേം ഓഫ് റെഫറൻസ്, ശാശ്വത പരിഹാരമാണ്. ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക്, ഇവിടെയുള്ള ഈ മക്കൾക്ക് കോടതിയിൽ നിന്നും യഥാർത്ഥത്തിൽ ഇത് തങ്ങളുടെ അവകാശപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള രേഖകളും അതോടൊപ്പം തന്നെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് കമ്മീഷൻ വെച്ചത്. ആ യഥാർത്ഥത്തിലുള്ള സത്യത്തിന്റെ രേഖകൾ മാത്രം കൊണ്ടുവന്നുകൊണ്ട് ഇവർക്ക് വേണ്ടതായ പരിഹാര നടപടികൾ ഏർപ്പെടുത്തി കൊടുക്കണം എന്നും ഈ രേഖകൾ വഖഫ് ട്രൈബ്യൂണൽ എത്തിക്കുവാനായിട്ട് സർക്കാർ മുൻകൈ എടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വിധത്തിലും അതിന് ബ്ലോക്ക് വരാവുന്ന രീതിയിൽ കോടതി വഴിയോ മറ്റേത് വിധത്തിലും ബ്ലോക്ക് വരാതെ ഇത് ശരിയായ പാതയിലേക്ക് പോയിക്കൊണ്ട് ട്രൈബ്യൂണലിൽ നിന്നും, വഖഫ് ട്രൈബ്യൂണലിൽ നിന്നും അതുപോലെ ഹൈക്കോടതിയിൽ നിന്നും യഥാർത്ഥത്തിൽ കിട്ടേണ്ടതായ എല്ലാ അവകാശവും കിട്ടണമെന്ന് ഇത്തരണത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് നേതൃത്വം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകിച്ച് വഖഫിന്റെ ആ അമെൻഡ്മെന്റ് സെക്ഷൻ 2A നടപ്പിലാക്കുവാനായിട്ട് 3 ആഴ്ചക്കുള്ളിൽ പരിഹരിക്കാമെന്ന് പറഞ്ഞത്, അത് നടപ്പിലാക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി എന്ന് പറഞ്ഞാൽ 108B ചട്ടങ്ങൾ തയ്യാറാക്കണം. അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് 2 സഭകളിലും പാസ്സാക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഫറൂഖ് കോളേജ് അത് ട്രസ്റ്റ് ആണെങ്കിൽ ആ ട്രസ്റ്റിന്റെ ഡീഡ് അനുസരിച്ചുള്ള രീതിയിലുള്ള സംരക്ഷണം നൽകിക്കൊണ്ട് നമ്മൾ ഈ ചെയ്ത കോൺട്രാക്ട് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ അല്ലെങ്കിൽ ഇതിന്റെ ഉടമസ്ഥാവകാശം പുനഃസ്ഥാപിച്ചു തരുവാനുള്ള എല്ലാ തീർപ്പുകളും ഉണ്ടാക്കണമെന്ന് പ്രത്യേകമായിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ചോദ്യങ്ങൾ ഇത്ര മാത്രമുള്ളൂ. ഈ 2 സഭകൾ പാസ്സാക്കുവാൻ വേണ്ടിയുള്ള ചട്ടങ്ങൾ ഇനിയും തയ്യാറായോ? അപ്പോൾ പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടുവാനും ചട്ടങ്ങൾ തയ്യാറാക്കാനും കേന്ദ്ര ഗവൺമെന്റും തയ്യാറാകണം. ഇനി നമ്മുടെ ഭൂസംരക്ഷണ സമിതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ വികാരി അച്ഛനും സെബാസ്റ്റ്യൻ ചേട്ടനും ബെന്നിയും ഉൾക്കൊള്ളുന്ന ഈ സഹോദരങ്ങൾ പ്രത്യേകിച്ച് അവർ എന്തുകൊണ്ട് ഒറിജിനൽ അപ്പീലിന് പോയില്ല എന്നുള്ളൊരു ചോദ്യം പലരുടെ ഇടയിലുണ്ടായിരുന്നു. അത് അങ്ങനെ ഒറിജിനൽ അപ്പീലിന് പോയി കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് നീണ്ടുപോകും എന്നുള്ള കാരണം കൊണ്ടാണ് അവരത് കക്ഷി ചേർന്നത്. ആയതിനാൽ ഇപ്പോഴും അവർ ചേർന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല 1950 അതിന് മുൻപുമുള്ള നമ്മുടെ കയ്യിലുള്ള എല്ലാ രേഖകളും കൊടുത്തുകൊണ്ട് വഖഫ് ട്രൈബ്യൂണലിൽ ഇത് അല്ല എന്ന്, നമ്മുടെ ഭൂമി നമ്മുടെ സ്വന്തമാണെന്നുള്ള തെളിയിക്കാനുള്ള എല്ലാ രേഖകളും അത് കൊടുക്കുവാനും മുന്നോട്ട് വരണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, വഖഫ് ഭൂമി സംരക്ഷണത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ആന്റണി അച്ഛനും സെബാസ്റ്റ്യൻ ചേട്ടനും ബെന്നിക്കും അതുപോലെ ചേർന്ന് നിൽക്കുന്ന ഓരോ ദിവസവും ഇവിടെ ഇരുന്ന് സമരപ്പന്തലിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും ഞാൻ ഇന്ന് പ്രത്യേകമായിട്ട് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രത്യേകിച്ച് സ്നേഹത്തോടെയുള്ള ക്ഷമയോടെയുള്ള കാത്തിരിപ്പ്, അതിന് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകും. കാരണം നമ്മളുടെ പ്രത്യേകിച്ച് ഈ വർഷത്തെ ജൂബിലി വർഷത്തെ പറയുന്ന പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾ എന്നും സജീവമായിട്ട് ശക്തമായിട്ട് ഉണ്ടാവണം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്രശ്നമല്ലെങ്കിൽ പോലും നമ്മുടെ സ്വന്തം പ്രശ്നമായി കാണുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞതിൽ നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ രൂപതകളും പല രൂപതകളിൽ നിന്ന് ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. രൂപതയ്ക്ക് മാത്രമല്ല, വിവിധ മതസംഘടനകൾക്കും സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് ഒരു മതവും നോക്കാതെ കടന്നു വന്ന എല്ലാ സഹോദരങ്ങൾക്കും ഈ നിമിഷം നന്ദി പറയുവാനായിട്ട് ഞാൻ ഈ സമയം ചിലവഴിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ACBC KRLCBC നേതൃത്വത്തിലുള്ള എല്ലാ സംഘടനകളും അവരുടെ ഓരോ പ്രവർത്തനങ്ങളും കൂടെ നിന്നതിന് എന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് ഒപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിപ്പെടുത്തുന്നതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഒരു വാക്ക് CCBI KCBC KRLCBC അന്ന് ഈ മെത്രാന്മാരോട് നമ്മുടെ ഇതൊരു ആവശ്യമാണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിക്കാതെ എല്ലാ മെത്രാന്മാരും ഒരുമിച്ച് നിന്നു.
നമ്മുടെ കടപ്പുറത്തിന് വേണ്ടി കൂട്ടായി നിന്ന് നമ്മെ സഹായിച്ചു. അവരുടെ നല്ല വാക്കുകൾക്ക്, അവരുടെ സപ്പോർട്ടിന്, ശക്തമായ പിന്തുണയ്ക്ക് ഈ സമയം ഞാൻ നന്ദി പറയുകയാണ്. നമുക്ക് ഇനി ഏത് വഴിയിലൂടെയാണ് സഹായം കിട്ടുക എന്ന് നമുക്കിപ്പോഴും അറിയില്ല. എങ്കിലും ഒരു പാർട്ടിയെയും നമ്മൾ തള്ളിക്കളയുന്നില്ല, ഒരു പ്രസ്ഥാനത്തെയും നമ്മൾ തള്ളിക്കളയുന്നില്ല, ഒരു കൂട്ടായ്മയെയും, ഒരു മതധ്രുവീകരണം ഉണ്ടാക്കാത്ത രീതിയിലുള്ള എല്ലാ ശക്തികളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് നമ്മുടെ യാത്ര. ആ യാത്ര എന്നും വിജയത്തിലേക്കുള്ള യാത്രയാണ്. പുതിയ പാപ്പ ദൈവപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് സമാധാനമാണ് നമ്മുടെ വഴി. എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ട്, കൈകൾ തുറന്നു പിടിക്കുവാനായിട്ട് പാപ്പ നമ്മോട് പറയുന്ന ആ വാചകം ഓർത്തു വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സ്നേഹത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ സങ്കടങ്ങളൊക്കെ അത് മാറ്റുവാനായിട്ട്, അത് മുനമ്പത്തെ മാത്രമല്ല, ഇന്ന് നമ്മുടെ മാത്യു ജോർജ് സെബാസ്റ്റ്യൻ സാറ് ഇന്ന് പറയുകയാണ്, പാലക്കാട് അവിടെ ഇപ്പോഴും ജനങ്ങൾക്ക് മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. എവിടെ പ്രശ്നങ്ങളുണ്ടായാലും അതിന് ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടാണ്, ഈ ഭൂമിയിലായിരിക്കും നമ്മളെല്ലാവരും ഒരുമിച്ചുള്ള യാത്രയിലാണ് എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ദിവസം ഇങ്ങനെ സംഘടിപ്പിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഇവിടെ വരുവാനായിട്ട് ഇതെല്ലാം സജ്ജമാക്കി തന്ന ബഹുമാനപ്പെട്ട ആന്റണിയച്ചനും ടീമിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്, ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ ഐക്യദാർഢ്യ മീറ്റിങ്ങിൽ കടന്നു വന്ന നിങ്ങളെ ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ മീറ്റിംഗ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു.